ഹായ് ഓൾ നമസ്കാരം. എല്ലാവർക്കും മയ്യാട് വിന്നേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഊഷ്മളമായ സ്വാഗതം. എൻ്റെ പേര് സച്ചിൻ എന്നാണ്. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഭാഗം ബയോളജിയിലെ 2026 കേരള PS ചോദിച്ച ഒരു ലളിതമായ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2026 ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പനി ബോർഡ് LGS എഴുതുന്ന എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം തലച്ചോറുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. തലച്ചോറ്, അതായത് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പൊ സെറിബ്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 4 ചോയ്സ് കൊടുത്തിരിക്കുന്നു, 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ്, സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് നമുക്ക് PSC ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ ടൈമിൽ നമുക്കറിയാം ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്, അത് ഓക്കെ ആണ്. ഇത് നോക്കിയേ, ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് ഏതാണ്? അത് സെറിബ്രം അല്ല മക്കളെ, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, തുലനനില പരിപാലിക്കുന്നു, അതും തെറ്റാണ്, അത് സെറിബെല്ലമാണ്. അതുപോലെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന സെറിബ്രമാണ്, അത് കറക്റ്റ് ആണ്, അത് ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. മക്കളെ പറയാലോ, ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? 1ഉം 4ഉം. ഇവിടെ ആൻസർ ഏതാ മക്കളെ? 1ഉം 4ഉമാണ് ഇവിടുത്തെ ആൻസറായി വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ തലച്ചോറ് എന്താ നമുക്കറിയണം ഇല്ലേ? തലച്ചോറ് എന്താ നമുക്ക് നോക്കിയാലോ? റെഡിയല്ലേ മക്കളെ? നോക്കിയേ, നമ്മുടെ തലച്ചോറിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെയാ പറഞ്ഞ? തലച്ചോറിനെ കുറിച്ച് പറയുമ്പോൾ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാ നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാ തലച്ചോറിന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ? സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, സുഷുമ്നി ഉണ്ട്, തലാമസ് ഉണ്ട് അല്ലെ. അപ്പൊ തലച്ചോറ്, നമ്മുടെയൊക്കെ തലച്ചോറ് ഫ്രീ ആണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താന്ന് ചോദിക്കാം? ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താ മക്കളെ? ഫ്രിനോളജി. ഏതാണ്? തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ് മക്കളെ? ഫ്രിനോളജി. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലച്ചോറിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം. തലച്ചോറിന്റെ ഭാരം എത്രയാണ് മക്കളെ? 1400 ഗ്രാം. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ് മക്കളെ? ഫ്രിനോളജി. ഏതാണ്? ഫ്രിനോളജി. അപ്പൊ തലച്ചോറ് നമ്മുടെയൊക്കെ ഫ്രീ ആണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഓക്കെ, അല്ലെങ്കിൽ എൻസഫലോളജി. അപ്പൊ ഫ്രിനോളജി അഥവാ എൻസഫലോളജി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരം ഏതാണ്ട് 1400 ഗ്രാം ആണ്. 1400 ഗ്രാം. അല്ലെങ്കിൽ റേഞ്ചിലാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാ മക്കളെ? 1300 മുതൽ 1400 ഗ്രാം. 1400 ഗ്രാം. ക്ലിയർ ആണോ? അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി അഥവാ എൻസഫലോളജി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരം ഏതാണ്ട് 1400 ഗ്രാം. 1400 ഗ്രാം എന്ന് പറയുമ്പോൾ 1300 to 1400 ഗ്രാം എന്ന് LDC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ലോക മസ്തിഷ്ക ദിനം എന്നാണ് മക്കളെ? ലോക മസ്തിഷ്ക ദിനം ജൂലൈ 22. ലോക മസ്തിഷ്ക ദിനം ജൂലൈ 22 ആണ്. 2025 പ്രമേയം എന്താണെന്ന് ചോദിക്കും. 2025 പ്രമേയം എന്താണ്? ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ ഏജസ്. ക്ലിയർ ആണോ? ലോക മസ്തിഷ്ക ദിനം ജൂലൈ 22. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താ? ഫ്രിനോളജി അഥവാ എൻസഫലോളജി. തലച്ചോറിന്റെ ഭാരം എത്രയാ? 1400 ഗ്രാം. തലച്ചോറ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഭാഗം ഏതാണ് മക്കളെ? കപാലം. ഏതാണ്? കപാലം അഥവാ ക്രേനിയം. അപ്പൊ തലച്ചോറ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഭാഗമാണ് കപാലം അഥവാ ക്രേനിയം. ഏതാണ്? ക്രേനിയം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഈ കപാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത് എത്ര അസ്ഥികളാൽ നിർമ്മിതമാണ്? എത്ര അസ്ഥിയാ മക്കളെ? 8 ബോൺസ്. എത്ര ബോൺസ് ആണ്? 8 ബോൺസ്. അപ്പൊ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി ആണെങ്കിൽ തലയോട്ടിയെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. ഓക്കെ, ക്രേനിയം, കപാലം, തലയോട്ടിയെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ലോക മസ്തിഷ്ക ദിനം എന്നാ മക്കളെ? ജൂലൈ 22. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിയാം. സെറിബ്രം. ഏതാണ്? സെറിബ്രം.
സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേട്ട, അതുപോലെ സുഷുമ്ന, തലാമസ്, ഹൈപ്പോതലാമസ്. ഓടിച്ചിട്ട് നോക്കാം. അതാണ്ട് ഈ ഒരു സ്കൂൾ ടെസ്റ്റ് ഇത് കാണുന്നത് ഏറ്റവും പുതിയ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഒരു കട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേജ് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന കമ്പനി ബോർഡിലെ 1 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം, ഓടിച്ചു പറയാം. തലച്ചോറ്, നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സ്ക്രീനിൽ കാണാൻ പറ്റും, കാണുന്നില്ലേ? തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന എന്താ? കണ്ട, ഒറ്റ നോട്ടത്തിൽ ഈ കാണുന്ന ഇത്രയും പോർഷൻ ഏതാ? സെറിബ്രം. അപ്പൊ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പൊ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. അതുപോലെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? 3ൽ 2 ഭാഗം, തലച്ചോറിനെ 3ആയി തിരിച്ചാൽ അതിന്റെ 2 പോർഷനും ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ 3ൽ 2 ഭാഗം ഏതാണ്? സെറിബ്രമാണ്. 3ൽ 2 ഭാഗം സെറിബ്രമാണ്. അപ്പൊ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗം ഏതാ? സെറിബ്രം. അപ്പൊ ഏറ്റവും വലിയ ഭാഗം, ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗം. കിട്ടിയോ? അപ്പൊ മക്കളെ ഏറ്റവും വലിയ ഭാഗം ഏതാ മക്കളെ? സെറിബ്രം. ഏതാണ്? സെറിബ്രം. അപ്പൊ രണ്ടാമത്തെ വലുത് ഏതാ? സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. അപ്പൊ ഏറ്റവും ചെറിയ ഭാഗം ഏതാ? മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ട. അപ്പൊ ഏറ്റവും വലുത് സെറിബ്രം, രണ്ടാമത്തെ വലുത് സെറിബെല്ലം, ഏറ്റവും ചെറുത് മെഡുല്ല ഒബ്ലോങ്കേട്ട. ക്ലിയർ ആണോ? അപ്പൊ ഏറ്റവും വലുത് കിട്ടി, ഏറ്റവും ചെറുത് കിട്ടി, രണ്ടാമത്തെ വലിയ ഭാഗം കിട്ടി. ഇപ്പൊ ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗം ഏതാ? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗം ഏതാ? കാണുന്നില്ലേ? അപ്പൊ എന്തിനാ ഇങ്ങനെ ചുളുങ്ങി മടങ്ങിയിരിക്കുന്നത്? കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളാൻ, കൂടുതൽ നാഡീകോശങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുളുങ്ങി മടങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണ് ഏതാ? സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവ് മടക്ക്. അതുപോലെ മക്കളെ ബോധമണ്ഡലം, നമുക്കൊരു ബോധം ഉണ്ടല്ലേ, ആ ബോധം ഉളവാക്കുന്ന ഭാഗം ഏതാ? സെറിബ്രം. മക്കളെ ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാടാ? സെറിബ്രമാണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇന്ദ്രിയ അനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, അല്ലെ? ഇതൊക്കെ മനസ്സിലാക്കുന്ന എവിടെയാ? ഇന്ദ്രിയ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം ഏതാ? പറ മക്കളെ. ഇന്ദ്രിയ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം അത് സെറിബ്രമാണ്. അപ്പൊ ധാരാളം ചുളിവുകളും അടക്കുകളും ഉണ്ട്. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. അതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം അതുപോലെ ഓർമ്മ, ഭാവന, യുക്തി, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രവും ഏതു തന്നെയാണ്? സെറിബ്രമാണ്. എന്നിവയുടെ കേന്ദ്രവും ഏതു തന്നെയാണ്? സെറിബ്രമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അത് നോക്കിയേ, നമ്മൾ 2 രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഐച്ഛികവും അനൈച്ഛികവും. വോളണ്ടറി ആക്ഷനും ഇൻവോളണ്ടറി ആക്ഷനും. ഏതൊക്കെയാണ്? ഇൻവോളണ്ടറി ആക്ഷനും വോളണ്ടറി ആക്ഷനും. അപ്പൊ ഐച്ഛിക ചലനം, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഐച്ഛിക ചലനം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഏതാ? ഐച്ഛിക പ്രവർത്തനം. അപ്പൊ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനമല്ലേ? ബോധപൂർവം ചെയ്യുന്നതല്ലേ ഐച്ഛികം? അപ്പൊ ഐച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം. ക്ലിയർ ആണോ? അപ്പൊ ഏറ്റവും വലിയ ഭാഗം ഏതാ? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം സെറിബ്രമാണ്. അതുപോലെ ഐച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. ക്ലിയർ ആണോ? ഒരു കമ്പനി ബോർഡ് LGSന് ഉതകുന്ന രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, എൻ്റെ വിന്നേഴ്സിലെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ടോപ്പിക്കിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ അത് കമ്പനി ബോർഡ് LGSലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, അങ്ങനെ ടെമ്പോറൽ ലോബ് പോലെ ലോബുകൾ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇനി അതുപോലെ തന്നെ സെറിബ്രത്തെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കാം. നോക്കിയേ, 1, 2. അപ്പൊ സെറിബ്രത്തെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കാം. കണ്ടോ? ഒരു അർദ്ധഗോളം, മറ്റൊരു അർദ്ധഗോളം. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് കോർപ്പസ് കലോസം. ഏതാണ്? കോർപ്പസ് കലോസം.
സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. ഏതാണ് മക്കളെ? കോർപ്പസ് കലോസം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് ആർ. ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ കോർപ്പസ് കലോസം എല്ലാവർക്കും മനസ്സിലായി എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്നു. കോർപ്പസ് കലോസം അപ്പൊ സെറിബ്രത്തിന്റെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം കോർപ്പസ് കലോസം. ക്ലിയർ ആണോ? ഒരു വ്യക്തി ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചിത്രം രൂപീകരിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ കഥകൾ പറയുമ്പം, ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ രൂപങ്ങൾ വരും ഇല്ലേ? ഒരു വസ്തുവിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ അതിന്റെ ചിത്രം എവിടെയാ രൂപീകരിക്കുന്നത്? സെറിബ്രത്തിലെ വെർണിക്സ് ഏരിയ. എവിടെയാണ്? വെർണിക്കസ് ഏരിയ അല്ലെങ്കിൽ വെർണിക്സ് ഏരിയ. വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന ഭാഗം ഏതാ? വെർണിക്സ് ഏരിയ. അതുപോലെ നമ്മൾ മനോഹരമായി സംസാരിക്കുന്നു. സംസാരശേഷിയെ നിയന്ത്രിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗം ഏതാ മക്കളെ? ബ്രോക്കസ് ഏരിയ. ഏതാണ്? ബ്രോക്കസ് ഏരിയ. ബ്രോക്കസ് ഏരിയ. ഓക്കെ. അപ്പൊ വെർണിക്കസ് ഏരിയയും കിട്ടി, ബ്രോക്കസ് ഏരിയയും കിട്ടി. അപ്പൊ സെറിബ്രത്തിന്റെ ഇടതു വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാ മക്കളെ? അത് സാർ കോർപ്പസ് കലോസം. ഏതാണ്? കോർപ്പസ് കലോസം. വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് ഏതാ? വെർണിക്സ് ഏരിയ. സംസാരശേഷിയെ നിയന്ത്രിക്കുന്ന, മനോഹരമായി സംസാരിക്കുന്നു, ആ സംസാരത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? അത് ബ്രോഡ്കാസ്റ്റ് ഏരിയ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ സെറിബ്രത്തിന് എത്ര അർദ്ധഗോളങ്ങളുണ്ട്? 2 അർദ്ധഗോളം. ഈ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? കോർപ്പസ് കലോസം. ക്ലിയർ ആണോ? സെറിബ്രം മനസ്സിലായി അല്ലെ? ഈ സെറിബെല്ലം നോക്കാം. ഇത്രയല്ല മക്കളെ സെറിബ്രം. നിങ്ങൾ വിന്നേഴ്സിന്റെ ഓഫ്ലൈൻ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ച്. ഇതിപ്പോ ഒരു കമ്പനി ബോർഡ് LGSന് ഉതകുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, സെറിബെല്ലം നോക്കിയേ മക്കളെ, സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം. അപ്പൊ രണ്ടാമത്തെ വലിയ ഭാഗം, സെറിബ്രത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം. അപ്പൊ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്, രണ്ടാമത്തെ വലുത് സെറിബെല്ലമാണ്. നമ്മൾ വിളിക്കും അതിനെ ലിറ്റിൽ ബ്രെയിൻ. എന്ത് വിളിക്കും? ലിറ്റിൽ ബ്രെയിൻ. എന്ത് വിളിക്കും മക്കളെ? ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പൊ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബെല്ലം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ സെറിബ്രത്തിന്റെ പിറകിൽ ചുവട്ടിൽ 2 ദളങ്ങളായി കാണപ്പെടുന്നു. നോക്കിയേ കാണാൻ പറ്റും. സെറിബ്രത്തിന്റെ പിറകിൽ ചുവട്ടിൽ 2 ദളങ്ങളായി കാണപ്പെടുന്നു. PYQ ആണ്. സെറിബ്രത്തിന്റെ പിറകിൽ ചുവട്ടിൽ 2 ലോബുകളായി 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് ഏതാ? സെറിബെല്ലം. അവിടെ ചുളിവും മടക്കുമല്ല, ചുളിവുകളും ചാലുകളുമാണ് കാണപ്പെടുന്നത് അല്ലേ മക്കളെ? ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗം ഏതാ? സെറിബെല്ലം. അപ്പൊ സെറിബ്രത്തിന്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗം ഏതാ മക്കളെ? ഏതാ മക്കളെ? സെറിബെല്ലം. ആ 2 ദളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് പോൺസ്. ഏതാണ്? പോൺസ്. ഏതാണ്? പോൺസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് ആർ. ഓക്കെ. അപ്പൊ ധാരാളം ചുളിവുകളും ചാലുകളും ഉണ്ട്. അപ്പൊ ചുളിവുകളും മടക്കുകളും എവിടെയായിരുന്നു മക്കളെ? ചുളിവുകളും മടക്കുകളും എവിടെയാ? സെറിബ്രം. ചുളിവുകളും ചാലുകളും എവിടെയാ? സെറിബെല്ലം. കിട്ടിയോ? അനൈച്ഛിക ചലനമാണോ ഐച്ഛിക ചലനമാണോ സെറിബെല്ലം? നമ്മൾ അറിയാം സെറിബ്രമാണ് ഐച്ഛിക ചലനം. നമ്മൾ പഠിച്ചു സെറിബ്രം ഐച്ഛിക ചലനം ഇല്ലേ? സെറിബെല്ലത്തിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. നമ്മൾ മദ്യം ബാധിക്കുന്ന എവിടെയാണ്? അത് സെറിബെല്ലത്തിലാണ്. മദ്യം ബാധിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താ? നമ്മുടെ ബോഡിയുടെ തുലനനില ഇല്ലേ? ബോഡിയുടെ തുലനനില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം. അപ്പൊ തുലനനില, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. അപ്പൊ ഏറ്റവും വലിയ ഭാഗം ഏതാ? അത് സെറിബ്രമാണ്. അത് ഐച്ഛിക ചലനം നിയന്ത്രിക്കുന്നു. ഏറ്റവും രണ്ടാമത്തെ വലുത് ഏതാണ്? സെറിബെല്ലമാണ്. അത് മദ്യം ബാധിക്കുന്ന ഭാഗമാണ്. ഇമ്പോർട്ടന്റ് ആണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മക്കളെ? സെറിബെല്ലം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ് ആർ. ഓക്കെ. ആ സെറിബെല്ലത്തിന്റെ 2 ദളങ്ങളെ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മക്കളെ? പറയടാ മക്കളെ. ഏതാ? പോൺസ്. ഏതാണ്? പോൺസ്. ഏതാണ്?
പോൺസ്. കിട്ടിയോ? ഇത് നോക്കിയേ, മദ്യവും റിഫ്ലെക്സും സ്കൂൾ ടെസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. അപ്പൊ മദ്യപിക്കുമ്പോൾ നമുക്ക് അളവ് കൂടുന്ന ഒന്നാണ്. അതായത് മദ്യം മസ്തിഷ്കത്തിൽ ഗാമ അമിനോ ബ്യൂട്ടാറിക് ആസിഡ്, ഗാബ. ഏതാണ് മക്കളെ? ഗാബ. ഏതാണ്? ഗാബ. ഓർത്തു വെച്ചേക്കണേ. ഗാമ അമിനോ ബ്യൂട്ടാറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ അത് മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന നാഡീയ പ്രേഷകമാണ് ഗാബ. ഏതാണ്? ഗാബ. ഇതിന്റെ ഉയർന്ന അളവുണ്ടായാൽ റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഗാബ. ഏതാണ്? ഗാബ. സ്കൂൾ ടെസ്റ്റ് പറയുന്ന ഒരു വാക്കാണ് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. നോക്കിയേ, ഇനി നോക്കുക, ഏറ്റവും ചെറിയ മസ്തിഷ്ക ഭാഗം ഏതാ? അത് സാർ മെഡുല്ല ഒബ്ലോങ്കേട്ട. ഏറ്റവും ചെറിയ മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലോങ്കേട്ട. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഏറ്റവും ചെറിയ മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലോങ്കേട്ട. നമ്മുടെ സെറിബെല്ലത്തിന് ചുവട്ടിൽ, അതായത് സെറിബ്രത്തിന്റെ ചുവട്ടിൽ സെറിബെല്ലത്തോട് ചേർന്ന് ഒരു ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ സെറിബ്രത്തിന്റെ ചുവട്ടിൽ സെറിബെല്ലത്തോട് ചേർന്ന് ഒരു ദണ്ഡാകൃതിയിൽ കാണുന്ന ഭാഗമാണ് ഏതാ? മെഡുല്ല ഒബ്ലോങ്കേട്ട. അപ്പൊ ഏറ്റവും വലുത് സെറിബ്രം, രണ്ടാമത്തെ വലുത് സെറിബെല്ലം, ഏറ്റവും ചെറുത് മെഡുല്ല ഒബ്ലോങ്കേട്ട. ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? നമ്മൾ ഈ കൂടുതൽ ദൈർഘ്യമാകാതിരിക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ ഭാഗം, അതുപോലെ സെറിബെല്ലത്തോട് ചേർന്നൊരു ദണ്ഡാകൃതി കാണുന്നു, സെറിബ്രത്തിന് ചുവട്ടിലാണുള്ളത്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. ക്ലിയർ? ഐച്ഛിക പ്രവർത്തനം ആരാടാ? ഐച്ഛിക പ്രവർത്തനം ആരാ? സെറിബ്രമാണ് സാർ. ഐച്ഛിക പ്രവർത്തനം സെറിബ്രമാണ്. അപ്പൊ അനൈച്ഛിക പ്രവർത്തനം ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ട. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സാർ. ഓക്കെ. അപ്പൊ നോക്കിയേ, അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. അതായത് ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, ദഹന പ്രക്രിയ, ഛർദി, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാ? പറയ്. മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ട. ഇനി മെഡുല്ല ഒബ്ലോങ്കേട്ടയുടെ കേസിൽ ഗ്രേ മാറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ അറിയണം, ഏറ്റവും വലിയ ഭാഗം ഏതായിരുന്നു? ഏറ്റവും വലിയ ഭാഗം ഏതായിരുന്നു മക്കളെ? പറ. സെറിബ്രം. ഇല്ലേ? സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? സെറിബ്രൽ കോർട്ടെക്സ്. എന്ത് വിളിക്കും? സെറിബ്രൽ കോർട്ടെക്സ്. ഓക്കെ, സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സ്. അകം ഭാഗത്തെ എന്ത് വിളിക്കും? സെറിബ്രൽ മെഡുല്ല. മെഡുല്ല. അപ്പൊ സെറിബ്രത്തിൽ ഏതൊരവയവത്തിന്റെയും പുറം ഭാഗത്ത് എന്ത് വിളിക്കും? കോർട്ടെക്സ് എന്ന് വിളിക്കും. അകം ഭാഗത്തെ എന്ത് വിളിക്കും? മെഡുല്ല എന്ന് വിളിക്കും. പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്ന് വിളിക്കും. അകം ഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കും. പുറം ഭാഗത്തെ കോർട്ടെക്സ്, അകം ഭാഗത്തെ എന്താ വിളിക്കുന്നത്? മെഡുല്ല എന്ന് വിളിക്കും. ഈ സെറിബ്രൽ കോർട്ടെക്സ്, സെറിബ്രത്തിന്റെ പുറം ഭാഗം, സെറിബ്രൽ കോർട്ടെക്സ് നിറം ഗ്രേ നിറമാണ്. എന്താ നിറം? എന്തൊരു നിറമാ മക്കളെ? ഗ്രേ നിറമാണ്. ക്ലിയർ ആണോ? ഗ്രേ നിറമാണ്. ഓക്കെ. അപ്പൊ മെഡുല്ലയുടെ നിറം വൈറ്റ് നിറമാണ്. ക്ലിയർ ആണോ? അപ്പൊ സെറിബ്രൽ കോർട്ടെക്സിന്, സെറിബ്രത്തിന്റെ പുറം ഭാഗത്തിന് ഗ്രേ കളറാണ്. ആയതിനാൽ അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണത്? നല്ല ചോദ്യമാണ്. നോക്കിയ മക്കളെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സാർ ഈ വരയ്ക്കുന്ന സാധനം എന്താ നോക്കുക. എന്താണ് മക്കളെ? എന്താണത്? ഈ വരയ്ക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. കണ്ട, ഇതെന്താണ്? നാഡീകോശമാണ്. ന്യൂറോൺസ്. അല്ലെ? ന്യൂറോൺസ്. ന്യൂറോൺസ്. ജസ്റ്റ് ഒരു പടം വരച്ചെന്നേ ഉള്ളേ. ന്യൂറോൺസ്. കണ്ട, ഈ ന്യൂറോൺസിന്റെ ഈ നീണ്ട തന്തുവിനെ കണ്ട, നീണ്ട തന്തു, ഇതെന്താ മക്കളെ? ഈ നീണ്ട തന്തു ഏതാ? ഇതിന്റെ പേരാണ് ആക്സോൺ. ഏതാണ്? ആക്സോൺ. ഈ ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമുണ്ട മയലിൻ ഷീത്ത്. ഏതാണ്? മയലിൻ ഷീത്ത്. ഏതാണ്? മയലിൻ ഷീത്ത്. സാർ വരച്ച് കാണിക്കാം. മയലിൻ ഷീത്ത്. ഓക്കെ, മയലിൻ ഷീത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മയലിൻ ഷീത്താണ്. ഓക്കെ, മയലിൻ ഷീത്ത്, മയലിൻ ഉറകൾ. കണ്ട,
ഇങ്ങനെ മയലിൻ ഉറകൾ കാണപ്പെടും. ഈ മയലിൻ ഉറകൾക്ക് എന്നത്തെ ഞാൻ കളറൊന്നും അടിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഈ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് മയലിൻ ഷീത്ത്. ഏതാണ്? മയലിൻ ഷീത്ത്. ഈ മയലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ ഈ ന്യൂറോണിന്റെ നിറം ഗ്രേ നിറമായിരിക്കും. ഈ മയലിൻ ഷീത്ത് ഉള്ള ന്യൂറോണിന്റെ നിറം ഗ്രേ കളർ ആയിരിക്കും. ഏതായിരിക്കും മക്കളെ? ഗ്രേ കളർ ആയിരിക്കും. ഏത് കളറാ മക്കളെ? പറ. ഗ്രേ കളർ ആയിരിക്കും. എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് ഉള്ളതിന്, അതായത് ഈ ആക്സോണുകളെ, ന്യൂറോണിന്റെ നീണ്ട തന്തുവാണ് മക്കളെ. എന്ത് നീണ്ട തന്തുവാണ്? ഏതാ? ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് മൈലിൻ ഉറകൾ. അതിന്റെ നിറം ഗ്രേ നിറമാണ്. വൈറ്റ് നിറമാണ്. എന്ത് നിറമാണ്? വൈറ്റ് നിറം. ക്ഷമിക്കണം, വൈറ്റ് നിറം. അപ്പൊ നോക്കിയേ, ഈ നീണ്ട തന്തുവിന്റെ പേരാണ് ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് മയലിൻ ഉറ. ഈ മയലിൻ ഷീത്തിന്റെ നിറം വൈറ്റ്, തിളക്കമുള്ള വൈറ്റ് നിറമാണ്. മയലിൻ ഷീത്ത് നിറം എന്താണ്? തിളക്കമുള്ള വെള്ള നിറം. എല്ലാ ന്യൂറോൺസിനും മയലിൻ ഷീത്ത് ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ നിറം വൈറ്റ്, ഇല്ലെങ്കിൽ ഗ്രേ. ഉണ്ടെങ്കിൽ വൈറ്റ്, ഇല്ലെങ്കിൽ ഗ്രേ. സെറ്റാണോടാ? സെറ്റാണോ? ഒന്നുകൂടെ പറയാം. സെറിബ്രത്തിന്റെ പുറം ഭാഗത്ത് എന്ത് വിളിക്കും? സെറിബ്രൽ കോർട്ടെക്സ്. അകം ഭാഗത്ത് എന്ത് വിളിക്കും? സെറിബ്രൽ മെഡുല്ല. ഈ സെറിബ്രൽ കോർട്ടെക്സ് നിറം എന്താ? ഗ്രേ നിറം. എന്തുകൊണ്ടാ? അവിടെ കാണുന്ന ന്യൂറോണിന് മയലിൻ ഷീത്ത് ഉണ്ട്. ഈ മയലിൻ ഷീത്തിന് തിളക്കമുള്ള വെള്ള നിറമാണേ. ഇതുണ്ടെങ്കിൽ നിറം വെള്ളയായിരിക്കും. ക്ലിയർ ആണോ? അതില്ല എങ്കിൽ ഗ്രേ കളർ ആയിരിക്കും. അപ്പൊ സെറിബ്രൽ കോർട്ടെക്സ് നിറം ഗ്രേ ആണ്. അവിടെ കാണുന്ന ന്യൂറോണിന് മയലിൻ ഷീത്ത് യെസ്, ഇല്ല. അപ്പൊ സെറിബ്രൽ മെഡുല്ലയുടെ നിറം വൈറ്റ് ആണ്. അവിടെ കാണുന്ന ന്യൂറോണിന് മയലിൻ ഷീത്ത് ഉണ്ട്. സെറ്റാണോ? അപ്പം സെറിബ്രൽ കോർട്ടെക്സിന്റെ നിറം ഗ്രേ ആണ്. സെറിബ്രൽ മെഡുല്ലയുടെ നിറം വൈറ്റ് ആണ്. ക്ലിയർ ആണോ? എന്നാൽ മെഡുല്ല ഒബ്ലോങ്കയുടെ കേസില് ഗ്രേ മാറ്റർ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കും. ഗ്രേ മാറ്റർ സ്ഥിതി ചെയ്യുന്നത് ഉള്ളിലും വൈറ്റ് മാറ്റർ പുറത്തുമാണ്. നേരെ ഓപ്പോസിറ്റ് ആയി. കണ്ട? അപ്പൊ സെറിബ്രൽ കോർട്ടെക്സിന്റെ സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെയാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രേ മാറ്റർ. ഇപ്പൊ സെറിബ്രത്തിന്റെ പുറം ഭാഗത്താണ് ഗ്രേ മാറ്റർ കാണപ്പെടുന്നതെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഗ്രേ മാറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉള്ളിലാണ്. അപ്പൊ വൈറ്റ് മാറ്റർ പുറത്തും. ഓർത്തിരിക്കണേ. അപ്പൊ നോക്കിയേ, നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കയുടെ തുടർച്ചയായിട്ട് നട്ടലിനകത്തൂടെ പോകുന്ന ഒന്നാണ് സുഷുമ്ന. മെഡുല്ല ഒബ്ലോങ്കയുടെ തുടർച്ചയായിട്ട് നട്ടലിനകത്തൂടെ പോകുന്ന ഒന്നാണ് മക്കളെ ഏത്? സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. ശരാശരി നീളം 45 സെന്റിമീറ്റർ. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നു. ശരാശരി നീളം 45 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ ആണ്? 45 സെന്റിമീറ്റർ ആണ്. അപ്പൊ നോക്കിയേ, അത് എന്തിനെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിക്കും. നമ്മൾ പറയും റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? നമ്മൾ പറയും ഏതാ? സുഷുമ്ന. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സുഷുമ്ന. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നോക്കിയിരുന്നേ. ഓക്കെ, അപ്പൊ സുഷുമ്നയുടെ ഉള്ളിൽ കാണുന്ന, അതായത് സെൻട്രൽ കനാലിൽ കാണുന്ന ദ്രാവകത്തിന്റെ പേരെന്താന്ന് ചോദിക്കും. ഏതാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതായത് തലച്ചോറിന്റെ ആവരണമാണ് മക്കളെ മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ്. 3 ലെയർ ആണ്, 3 പാളികളാൽ നിർമ്മിതമാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന്റെ ഉള്ളിലും സുഷുമ്നയുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് CSEF. ഏതാണ്? മെനിഞ്ചസിന്റെ ഉള്ളിലും സുഷുമ്നയുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് ഏതാ മക്കളെ? ഏതാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി നോക്കിയേ, അടുത്തൊരു ഭാഗമാണ്, ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു ഭാഗമാണ് ഡോർസൽ റൂട്ട്. എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. നോക്കിയേ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആവയവങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് ഡോർസൽ റൂട്ട് വഴിയും, ഇനി സുഷുമ്നയിൽ നിന്നുള്ള ആവയവങ്ങളെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് വെൻട്രൽ റൂട്ട് വഴിയും. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് വെൻട്രൽ റൂട്ട് വഴി. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇത് സ്കൂൾ ടെസ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന എവിടാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉള്ളിലാണ്. വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന എവിടാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എവിടെ പറയും? പുറത്താണ്. അത് സുഷുമ്നയുടെയും മെഡുല്ല ഒബ്ലോങ്കയുടെയും കേസിൽ നമ്മൾ അങ്ങനെ പഠിക്കുക.
സുഷുമ്നയുടെ നീളം എത്രയാ? 45 സെന്റിമീറ്റർ. 45 സെന്റിമീറ്റർ. മസ്തിഷ്കത്തിന്റെ മറ്റൊരു ഭാഗമാണ് മക്കളെ ഏത്? തലാമസ്. ഏതാണ്? തലാമസ്. നമ്മുടെ സെറിബ്രം ഇല്ലേ? നമ്മുടെ സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഏതാ? തലാമസ്. ഏതാണ്? തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഏതാ? സെറിബ്രത്തിന്റെ അടിഭാഗത്തായി കാണുന്ന ഭാഗമാണ് തലാമസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ വേദനാ സംഹാരികൾ പ്രവർത്തിക്കാം. അപ്പൊ സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ്, അടിയിൽ കാണുന്ന ഭാഗമാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? തലാമസിലാണ്. പെയിൻ കില്ലർ വർക്ക്സ് ഓൺ എവിടെയാ? പെയിൻ കില്ലർ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? അത് തലാമസിലാണ് സർ. പെയിൻ കില്ലർ പ്രവർത്തിക്കുന്നത് എവിടെയാ? തലാമസിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ പെയിൻ കില്ലർ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അപ്പൊ വേദന എന്ന അനുഭവം നമുക്ക് ഇല്ലാതാവുമല്ല, സെറിബ്രത്തിൽ എത്തുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും എത്തേണ്ടത് എങ്ങോട്ടാ? സെറിബ്രത്തിലോട്ട്. പെയിൻ കില്ലർ പ്രവർത്തിക്കുന്ന എവിടെയാ മക്കളെ? പെയിൻ കില്ലർ പ്രവർത്തിക്കുന്ന എവിടാ? അത് തലാമസിലാണ്. വേദന എത്തേണ്ടത് എവിടെയാ? അത് സെറിബ്രത്തിലാണ്. അപ്പൊ അവിടേക്ക് എത്തുന്നില്ല, ആരോ തടയുന്നു. അപ്പൊ നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആരാണ്? നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നതോ തലാമസ് ആണ്. നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. എന്തൊക്കെയാ മക്കളെ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞത്? പെയിൻ കില്ലർ എവിടെയാ പ്രവർത്തിക്കുന്നത്? വേദനാ സംഹാരി പെയിൻ കില്ലർ അനാൽജെസിക്സ് എവിടെയാ പ്രവർത്തിക്കുന്നത്? അത് തലാമസിലാണ്. അനാൽജെസിക്സ് വേദനാ സംഹാരികൾ അല്ലെ, അത് എവിടെയാ പ്രവർത്തിക്കുന്നത്? തലാമസിലാണ്. നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ആരാണ് മക്കളെ? അത് തലാമസ് ആണ്. തലാമസ് ആണ്. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ റിലേ സെന്റർ എന്നറിയപ്പെടുന്നു. റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ റിലേ സെന്റർ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ലാസ്റ്റ് മസ്തിഷ്ക ഭാഗമാണ്, അവസാന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഏതാണ്? ഹൈപ്പോതലാമസ്. നമ്മുടെ തലാമസിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്നു. തലാമസിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്നു. അപ്പൊ നോക്കിയേ, തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഏതാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോ മീൻസ് അടിയിൽ, അണ്ടർ എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ഹൈപ്പോ. തലാമസിന്റെ അടിയിൽ ഹൈപ്പോതലാമസ്. നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഉണ്ട്. എത്രയാ മക്കളെ ഊഷ്മാവ്? 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 310.15 കെൽവിൻ, അതും അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മക്കളെ? ഏതാ? ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് മാത്രമല്ല, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി. വിശപ്പ്, അതായത് വിശപ്പിന്റെ ഹോർമോൺ ആണ് ഗ്രലിൻ. ഇല്ലേ മോളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രലിൻ. ഏതാണ്? ഗ്രലിൻ. അപ്പൊ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്രലിൻ. ആ രക്തത്തിൽ കലർന്ന് ഗ്രലിൻ എവിടെ എത്തും? ഹൈപ്പോതലാമസിലെത്തും. അപ്പൊ വിശപ്പിന്റെ ഹോർമോൺ ഏതാ? ഗ്രലിൻ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്രലിൻ. രക്തം വഴി ഹൈപ്പോതലാമസിലെത്തുന്നു. വിശപ്പ് എന്ന വികാരം ഉണരുന്നു. വിശപ്പിന്റെ ഹോർമോൺ ഗ്രലിൻ. അപ്പൊ വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മക്കളെ? ഏതാ? ഹൈപ്പോതലാമസ്. അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ജലമുണ്ട്. ഒരു മനുഷ്യന്റെ ദേഹത്ത് ഏറ്റവും കൂടുതൽ പദാർത്ഥം ഏതാണ് മക്കളെ? അത് ജലമാണ്. ജലം എത്രയാ? 65% അല്ലെങ്കിൽ 40 ലിറ്റർ. ഒന്നുകിൽ 65% അല്ലെങ്കിൽ 40 ലിറ്റർ. ആ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏത് തന്നെയാ? ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏത് തന്നെയാ? ഹൈപ്പോതലാമസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസാ. ചുരുക്കം പറഞ്ഞാൽ ആന്തര സമസ്ഥിതി പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം, ആന്തര സമസ്ഥിതി പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. അപ്പം ഈ ഹൈപ്പോതലാമസ് തലച്ചോറിന്റെ ഭാഗം മാത്രമല്ല മക്കളെ, കുറച്ച് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ തലച്ചോറിന്റെ ഭാഗമായും അന്തസ്രാവി ഗ്രന്ഥിയായും തലച്ചോറിന്റെ ഭാഗമായും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നു. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി, ദ വൺ ആൻഡ് ഓൺലി ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ. ശരീരത്തിലെ ഒരേ ഒരു
ന്യൂറോക്രൈൻ ഗ്രന്ഥി. ആ ഹോർമോണുകളുടെ കേസുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. ഞാനൊരു കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിന്നേഴ്സിലെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ക്ലാസ്സുകൾ പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അവിടെ ഡീപ്പായിട്ട് ഒരു 4 മണിക്കൂർ എടുത്ത് SCRT NCERT ഹാൻഡ് ബുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്താണ്. ഇതൊരു കമ്പനി ബോർഡ് LGSൽ ഓർമ്മ പുതുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പരീക്ഷ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ കൂടുതൽ നിങ്ങൾ ഉണർന്നിരുന്നു നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത കുറേയധികം ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, നന്ദി, നമസ്കാരം.